ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം സൈസിലുള്ള 2 സവാള അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ സവാള ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതേപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ നമുക്ക് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് ഇവിടെ മസാല ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 5 വിസിലടിക്കുന്ന വരെ ഞാൻ ഈ ഒരു ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിലെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പിന് 1.5 കപ്പ് എന്ന അളവിൽ 4.5 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് അരി കുതിർത്തെടുത്തിട്ടൊന്നുമില്ല, കഴുകിയ പാടനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിലിന് ശേഷം എയറൊക്കെ ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് ഞാനിവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഇറച്ചിച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.